ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ പരാമർശമെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. സാധാരണക്കാരെ സഹായിക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അവഹേളിക്കരുത്. UDFന്റെ കാലത്ത് മുടങ്ങിപ്പോയ പെൻഷനാണ് LDF സർക്കാർ കുടിശ്ശികയില്ലാതെ നൽകുന്നതെന്നും സ്വരാജ് പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ അതൊരു കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ ഈ വാങ്ങുന്ന ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. അത് പറയാൻ പാടില്ലായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസ നടപടി സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ലാത്തതാണ്. മാത്രവുമല്ല, നമ്മുടേതുപോലെ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സമൂഹത്തിൽ ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദാരിദ്ര്യം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ്, സമൂഹത്തിനാണ്. ഒരു ഭരണാധികാരിക്ക് തൻ്റെ ഭരണത്തിന് കീഴിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമ്പോഴാണ് മികച്ച ഭരണമാണ്, മികച്ച ഭരണാധികാരിയാണെന്ന് പറയാൻ കഴിയുക. ആ ഒരു കാഴ്ചപ്പാട് കൂടി ഉള്ളിലുള്ളത് കൊണ്ടാണ് LDF ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത്. ഇത് മുടങ്ങിപ്പോയതായിരുന്നല്ലോ, UDFന്റെ കാലത്ത് മുടങ്ങിപ്പോയതായിരുന്നല്ലോ. അത് വീണ്ടും പുനഃസ്ഥാപിച്ച് അത് കുടിശ്ശിക തീർത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ മനുഷ്യപക്ഷ നിലപാടാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഈ കാര്യത്തിൽ ആരോടെങ്കിലും തർക്കിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല.